ബാംഗ്ലൂരിനോട് ഏകദേശം അടുത്ത് കിടക്കുന്ന ഒട്ടനവധി മഹാന്മാർ അന്ത്യവിശ്രമം കൊള്ളുന്ന ആന്ധ്രാപ്രദേശിലെ അതിപ്രശസ്തമായ ദർഗയാണ് പെനുക്കൊണ്ട ദർഗ. അവിടേക്കുള്ള യാത്രയാണ് ഇന്ന് നാം പരിചയപ്പെടുത്തുന്നത്. جئت إليك ذليلا أناجي من لي غيرك ربي يسمع مني شكوى حين محل البلاء جئت إليك റസ VPR യൂട്യൂബ് ചാനലിൻ്റെ 349ാമത്തെ എപ്പിസോഡ്. ആന്ധ്രാപ്രദേശിലെ ഏറ്റവും പ്രശസ്തമായ പെനുക്കൊണ്ട ദർഗയിലേക്കുള്ള യാത്ര കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് നമ്മൾ ആരംഭിക്കുന്നത്. ഇവിടെ നിന്ന് ഡയറക്റ്റ് നേരെ പോയി കണ്ണൂരിൽ നിന്നുള്ള ബാംഗ്ലൂർ വണ്ടിയിലാണ് യാത്ര ചെയ്യുന്നത്. അങ്ങനെ പുലർച്ചെ 6 മണിയോടുകൂടി നമ്മൾ ബാംഗ്ലൂർ യശ്വന്ത്പൂർ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ ഇറങ്ങി. അവിടെ നിന്ന് നേരെ മജസ്റ്റിക്കിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ള ബാംഗ്ലൂരിലെ ഏറ്റവും പ്രശസ്തമായ തവക്കൽ മസ്താൻ റളിയല്ലാഹുവിൻ്റെ ദർഗയിലെത്തി. ഇനി ഇവിടെ ഏറ്റവും അടുത്തുള്ള KSR ബാംഗ്ലൂരു റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് നമ്മൾ പെനുക്കൊണ്ടയിലേക്ക് ട്രെയിൻ കയറുന്നത്. 8:35 ട്രെയിൻ. അപ്പോൾ നമ്മൾ 6 മണിക്ക് എത്തി. അപ്പോൾ കുറച്ച് സമയം ഇവിടെ നമുക്ക് സിയാറത്തിനുണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ സിയാറത്ത് നമ്മൾ ചെയ്തത്. കണ്ണൂരിൽ നിന്ന് പുറപ്പെടുന്ന ട്രെയിനാണ് ഞങ്ങൾ കയറിയത്. അതിപ്പോൾ കോഴിക്കോട്ടേക്ക് നീട്ടിയിട്ടുണ്ട്. കോഴിക്കോട്ടിൽ നിന്ന് 3:30 പുറപ്പെട്ട് രാവിലെ 6 മണിയോടുകൂടി യശ്വന്ത്പൂർ എത്തും. അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്ന് നേരെ KSR ബാംഗ്ലൂരു റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തി. കോഴിക്കോട്ട് നിന്ന് ഈ ട്രെയിനിന് ഒരാൾക്ക് യശ്വന്ത്പൂർ വരെ ചിലവാകുന്നത് 185 രൂപയാണ്. അവിടുന്ന് ബസ്സിന് മജസ്റ്റിക്കിലേക്ക് വരികയാണെങ്കിൽ 25 രൂപയാകും. മജസ്റ്റിക് ബസ് സ്റ്റാൻഡിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ബാംഗ്ലൂർ റെയിൽവേ സ്റ്റേഷൻ ഉള്ളത്. അവിടെ നിന്ന് നമുക്ക് പെനുക്കൊണ്ടയിലേക്ക് ഒരാൾക്ക് ട്രെയിന് ചിലവായത് 35 രൂപയാണ്. അങ്ങനെ 245 രൂപയായി. പിന്നീട് നമ്മൾ പെനുക്കൊണ്ട റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ ഇറങ്ങിക്കഴിഞ്ഞാൽ പെനുക്കൊണ്ട ദർഗയിലേക്ക് നമുക്ക് ഷെയർ ഓട്ടോകൾ കിട്ടും. ഒരാൾക്ക് 20 രൂപക്ക്. അങ്ങനെ ഞങ്ങൾ 20 രൂപ കൊടുത്ത് നേരെ ദർഗയിലേക്ക് എത്തി. അപ്പോൾ ഒരാൾക്ക് കോഴിക്കോട്ട് നിന്ന് ജനറൽ ടിക്കറ്റിൽ പെനുക്കൊണ്ടയിലേക്ക് എത്താൻ 265 രൂപ ഉണ്ടായാൽ എത്തിച്ചേരാൻ കഴിയും. ഞങ്ങൾ വന്നത് സ്ലീപ്പർ ടിക്കറ്റ് ആയതുകൊണ്ട് അതിൻ്റെ ചാർജ് കൂടി എക്സ്ട്രാ വന്നിട്ടുണ്ട്. സ്ലീപ്പർ ടിക്കറ്റ് എടുത്താൽ കുറച്ചുകൂടി ക്യാഷ് അധികമായിട്ട് വരും. അങ്ങനെ ഇപ്പോൾ നമ്മൾ എത്തിയിട്ടുള്ളത് ആന്ധ്രാപ്രദേശിൽ തന്നെ ഏറ്റവും പ്രശസ്തമായ ദർഗകളിലൊന്നായ പെനുക്കൊണ്ട ദർഗയിലാണ്. മഹാനായ ഹസ്രത്ത് ഫഖ്റുദ്ദീൻ സുഹർവർദി റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ടവരും അവിടുത്തെ ശിഷ്യന്മാരായ ഒരുപാട് മഹാരഥന്മാരും അന്ത്യവിശ്രമം കൊള്ളുന്ന ഒരു പ്രദേശമാണിത്. ദിവസവും ഒട്ടനവധി ആളുകൾ ജാതി മതഭേദമില്ലാതെ സിയാറത്തിനെത്തുന്ന വളരെ പ്രശസ്തമായ ഒരുപാട് കറാമത്തുകളുള്ള ഒരു സ്ഥലമാണ് ഈ പെനുക്കൊണ്ട ദർഗ. നമ്മൾ മുമ്പൊക്കെ വീഡിയോ ഒരുപാട് ചെയ്തിട്ടുള്ള തമിഴ്നാട്ടിലെ തൃച്ചിയിലെ തൊബല ആലം ബാദുഷാ റളിയല്ലാഹു അൻഹു അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട മുരീദും ശിഷ്യനുമാണ് ബഹുമാനപ്പെട്ട ഫഖ്റുദ്ദീൻ ബാബ റളിയല്ലാഹു അൻഹു. നിരവധി തിങ്ങിനിറഞ്ഞ ജനങ്ങൾക്കിടയിലൂടെ കച്ചവട വ്യാപാര കേന്ദ്രങ്ങൾക്കിടയിലൂടെ നേരെ ഇവിടെ എത്തിയാൽ ഇവിടെയാണ് ബഹുമാനപ്പെട്ടവരുടെ ദർഗ. അള്ളാഹു സുബ്ഹാനഹു തആല ഈ മഹാൻ്റെ ദറജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ. അവരെ ബർക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മുടെ ഇരുലോകവും വിജയിപ്പിക്കട്ടെ. മഹാനായ തൃച്ചി തൊബല ആലം ബാദുഷാ റളിയല്ലാഹു അൻഹു തൻ്റെ 900ഓളം വരുന്ന മുരീദന്മാരുമായി പ്രബോധനാവശ്യാർത്ഥം ഇന്ത്യയിലേക്ക് എത്തിച്ചേരുകയും അവസാനം തിരുച്ചിറപ്പള്ളിയിലെത്തി ബഹുമാനപ്പെട്ടവരുടെ വഫാത്തിൻ്റെ സമയത്ത് തൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശിഷ്യനായ ഫഖ്റുദ്ദീൻ സുഹർവർദി റളിയല്ലാഹു അൻഹുവിനെ തൻ്റെ മറ്റു ശിഷ്യന്മാരെ മുഴുവനും ഏൽപ്പിക്കുകയും താൻ ഉപയോഗിച്ച ഒരു മിസ്വാക്കിൻ്റെ കഷ്ണം ബഹുമാനപ്പെട്ടവരുടെ കയ്യിൽ ഏൽപ്പിക്കുകയും ചെയ്തു. അങ്ങനെ അവിടുന്ന് യാത്രയാക്കി. ഈ മിസ്വാക്ക് എവിടെയാണോ മുളക്കുന്നത് അത് ആ സ്ഥലത്തായിരിക്കണം അങ്ങയുടെ പ്രബോധന കേന്ദ്രമെന്നറിയിച്ചു. അങ്ങനെ എത്തിപ്പെട്ട സ്ഥലമാണ് ആന്ധ്രാപ്രദേശിലെ പെനുക്കൊണ്ട എന്ന് പറയുന്ന ഈ പ്രദേശം. അവരിലെ പല മുരീദന്മാരും ഇന്ന് ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട്. ബഹുമാനപ്പെട്ടവർ അന്ന് ആ മിസ്വാക്ക് കുത്തിവെക്കുകയും അത് മുളച്ച് ഇന്ന് വലിയൊരു വൃക്ഷമാവുകയും ചെയ്തു. ഇപ്പോൾ നമുക്ക് വീഡിയോയിൽ കാണുന്ന ഈ ഒരു ഭാഗത്താണ്, ഈ കാണുന്നതാണ് അന്നത്തെ മിസ്വാക്ക് കുഴിച്ചിട്ട ആ അറാക്കിൻ്റെ മരം. ഇന്നും അത്ഭുതമായിട്ട് ഈ മരം ഇവിടെ നിലകൊള്ളുന്നു. അള്ളാഹു ഈ മഹാൻ്റെ ദറജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഇനി നമ്മുടെ അടുത്ത യാത്ര ഹൈദരാബാദിലെ സിയാറത്ത് കേന്ദ്രങ്ങൾ തേടിയാണ്. ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.